പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദനഹാകാലത്തിൻ്റെ 5-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രാർത്ഥനാപൂർവ്വം കടക്കുന്നു. ഈ ഞായറാഴ്ച ദിവസത്തിൻ്റെ കർത്താവിൻ്റെ ഈ ദിവസത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുന്ന സുവിശേഷം വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ഈശോ ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന തിരുവചന ഭാഗമാണിത്. ഈശോ തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുന്ന ഒരു സുപ്രധാന അവസരമാണിത്. ഇത് ദനഹാകാലമാണ്. ദനഹാകാലം ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന അവസരമാണ്. ഇവിടെ വളരെ പ്രത്യേകമായ രീതിയിൽ ഈശോ ലോകത്തിന് മുമ്പിൽ തന്നെ വെളിപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നു. ഈശോ ഒരു വീട്ടിൽ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ, ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ വലിയ ആൾക്കൂട്ടം കൂടിയിരുന്നത് കൊണ്ട് ഈശോയുടെ അടുക്കിലേക്ക് ഒരു തളർവാദ രോഗിയെ എത്തിക്കാൻ പറ്റാഞ്ഞിട്ട് ഈശോ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് ആ രോഗിയെ കട്ടിലോടുകൂടി താഴേക്ക് ഈശോയുടെ മുമ്പിലേക്ക് ഇറക്കുന്ന ആളുകളുടെ ആ വിശ്വാസം കണ്ട് ഈശോ തളർവാദ രോഗിക്ക് പാപങ്ങളുടെ മോചനവും സൗഖ്യവും ഒക്കെ കൊടുക്കുന്നതാണ് ഈ തിരുവചന ഭാഗം. നമുക്കിത് വളരെ കൂടുതലായി നന്നായി അറിയാവുന്ന തിരുവചന ഭാഗമാണിത്. ഇവിടെ ഈശോ താൻ ആരാണെന്നും താൻ എന്ത് കാര്യങ്ങൾക്കായി ഈ ഭൂമിയിലേക്ക് വന്നു എന്നും വെളിപ്പെടുത്തുന്നു. സ്വയം വെളിപ്പെടുത്തുന്ന ഒരവസരമാണ്. ചില നിരീശ്വരവാദികളോ അല്ലെങ്കിൽ ഈശോയിൽ വിശ്വസിക്കാത്തവരോ ചോദിക്കാറുണ്ട്, ഈശോ എവിടെയാണ് താൻ ദൈവമാണെന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈശോ ദൈവമാണെന്ന് കാണിച്ചു കൊടുത്തത്? ഇത് നല്ല ഒന്നാന്തരം ഉദാഹരണമാണ്. ആളുകൾ തന്നെ പറയുന്നുണ്ട്, ഭൂമിയിൽ പാപം മോചിക്കാൻ ദൈവത്തിന് മാത്രമല്ലേ അധികാരമുള്ളൂ. ഈശോ പറയുന്നു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ദൈവമാണെന്ന് സ്വയം അറിയാവുന്ന ഈശോ ഇവിടെ തളർവാദ രോഗിയുടെ പാപങ്ങൾ ക്ഷമിച്ച് ദൈവമാണെന്ന് ആളുകളുടെ മുമ്പിൽ തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ലോകത്തിന് മുകളിലുള്ള അല്ലെങ്കിൽ അതിഭൗതിക ശക്തികളുടെ മേൽ, തിന്മയുടെ ശക്തികളുടെ മേൽ തനിക്ക് ദൈവികമായ അധികാരമുണ്ടെന്നും അവയെ തോൽപ്പിക്കാൻ പറ്റുമെന്നും തിന്മയെ കീഴടക്കാൻ പറ്റുമെന്നും ഈശോ ഇവിടെ ഈ രോഗങ്ങൾ ക്ഷമിച്ച പാപങ്ങൾ പുറത്ത് സൗഖ്യം നൽകി ഈ തളർവാദ രോഗിയെ വീണ്ടും ആരോഗ്യത്തിലേക്ക് പുതുജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ കാണിച്ചു വരുന്നു. അങ്ങനെ ഈശോയുടെ ദൈവത്വം പൂർണ്ണമായി വെളിപ്പെടുത്തുന്ന ഒരു തിരുവചന ഭാഗമെന്ന് നമ്മളിതിനെ പ്രത്യേകമായി തിരിച്ചറിയുന്നു. ഏതാനും ചില പ്രാർത്ഥന വിചാരങ്ങൾ പങ്കുവയ്ക്കട്ടെ. ഒന്നാമതായി നമ്മൾ കാണുന്ന ഒരു കാര്യം, തിരുവചനം പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഈശോ കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. ഈശോയ്ക്ക് തൻ്റെ പരസ്യജീവിതകാലത്ത് ഏറെ ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു വീടുകൾ. ഈശോ പലപ്പോഴും പല വീടുകളിലും സന്തോഷത്തോടെ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്, സമയം ചെലവഴിക്കുന്നത് കാണുന്നുണ്ട്. മർത്തായുടെയും മറിയത്തിൻ്റെയും ലാസറിൻ്റെയും വീട്ടിൽ ഈശോ ഒരു സ്നേഹിതൻ എന്ന നിലയ്ക്ക് പലതവണ പോകുന്നതിനെ കുറിച്ച് തിരുവചനം പറയുന്നു. അതുപോലെ തന്നെ ഈശോ ശിമയോൻ്റെ അമ്മയെ സുഖപ്പെടുത്താൻ വേണ്ടി ശിമയോൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. മറ്റൊരു കുഷ്ഠരോഗിയായ ശിമയോൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോകുന്നുണ്ട്. അതുപോലെ ഈശോ പലപ്പോഴും സംസാരിക്കാനൊക്കെ തിരഞ്ഞെടുത്തിരുന്ന സ്ഥലങ്ങൾ, ബോധപൂർവം തിരഞ്ഞെടുത്തിരുന്ന സ്ഥലങ്ങൾ വീടുകളായിരുന്നു. ശതാധിപൻ്റെ വീട്ടിൽ പോയി ശതാധിപൻ്റെ കൊച്ചുമകളെ സുഖപ്പെടുത്തുന്നതിനെ കുറിച്ച് കാണുന്നുണ്ട്. അങ്ങനെ ഈശോയ്ക്ക് വീടുകൾ വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. ഇന്നും ഈ ഭൂമിയിലെ വീടുകൾ, നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ വീടുകൾ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ്. ഈശോ സ്വർഗരാജ്യത്തിൻ്റെ സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയാൻ തിരഞ്ഞെടുത്ത ഉദാഹരണം പോലും ഒരു വീടിനെ കുറിച്ചാണ്. മഴ പെയ്താലും വെള്ളപ്പൊക്കമുണ്ടായാലും കാറ്റൂതിയാലും മറിഞ്ഞു വീഴാത്ത ഒരു വീടിനെ കുറിച്ചാണ് ഈശോ അവിടെ പറയുന്നതെന്ന്, ഒരു യഥാർത്ഥ ശിഷ്യൻ ആരാണെന്ന് പറയുന്നതെന്ന് നമുക്കറിയാം. വീടുകൾ ഈശോയ്ക്ക് ഏറെ പ്രിയപ്പെട്ട സ്ഥലമാണ്. നമ്മുടെ വീടുകളും ഈശോ ഏറെ പ്രിയപ്പെട്ട ഒരിടമായി കണക്കാക്കി നമ്മുടെ വീട്ടിലേക്ക് മർത്തായുടെയും മറിയത്തിൻ്റെയും ലാസറിൻ്റെയും വീടൊക്കെ പോലെ കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാം. ഇപ്പോൾ ഈ സൗഖ്യം നടക്കുന്ന വീട്ടിലും ഈശോ അവരോട് വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ വീടുകളിൽ ദൈവവചനം ഉയർന്നു കേൾക്കുമ്പോൾ, നമ്മുടെ വീടുകളിൽ പ്രാർത്ഥന ഉയർന്നു കേൾക്കുമ്പോൾ, നമ്മുടെ വീട്ടിൽ പരസ്പര സ്നേഹത്തിൻ്റെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ
മറ്റുള്ളവരെ പരിഗണിക്കുന്ന ഈശോ ഈ തളർവാദ രോഗിയോട് കാണിക്കുന്നത് അതുതന്നെയാണ്. വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു രോഗിയെ കൊണ്ടുവന്നു. പക്ഷേ അവൻ അത്യാവശ്യം വേണ്ട ആ പരിഗണന ഈശോ അവിടെ കൊടുത്ത് അവനെ സൗഖ്യപ്പെടുത്തും. നമ്മുടെ വീടുകളിലും പരസ്പരമുള്ള പരിഗണനയും സ്നേഹവും കരുതലും പ്രാർത്ഥനയും നല്ല അന്തരീക്ഷവും ഉണ്ടാകുമ്പോൾ നമ്മുടെ വീടുകളിലും ഈശോ കടന്നു വരും, ഈശോ ഉണ്ടാവും എന്നാണ് ഈ ഒരു ചിന്ത നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ വീടുകളിലും ഈശോ ഉണ്ട്, ഈശോ അവിടെ ഉണ്ട് എന്ന വാർത്ത ലോകം മുഴുവൻ കേൾക്കാനിടയാകട്ടെ. ഈശോ ഉള്ള വീടാണ്, ഈശോയുടെ ചൈതന്യമുള്ള വീടാണ് നമ്മുടേതെന്ന് ലോകം പറയാനും മനസ്സിലാക്കാനും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമതൊരു കാര്യം നമ്മൾ ഒരുപക്ഷെ അല്പം രസകരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, തളർവാദ രോഗിക്ക് സൗഖ്യം കിട്ടി, ആളുകൾ വലിയൊരു അത്ഭുതം കണ്ടു, ഈശോയ്ക്ക് ഒരു നന്മ ചെയ്തതിൻ്റെ സംതൃപ്തി ഉണ്ടെങ്കിൽ ഒരു ചെറിയ വിഷമം വരാമുള്ള ഒരാൾ ആ വീട്ടുടമസ്ഥനാണ്. ആ വീടിരുന്ന ഈശോ ഇരുന്ന ആ വീടിൻ്റെ ഉടമസ്ഥൻ. അപ്രതീക്ഷിതമായിട്ടാണ് അയാളുടെ വീടിൻ്റെ മേൽക്കൂര നഷ്ടപ്പെട്ടത്. അതാരും പ്രതീക്ഷിച്ചതല്ല. ഒരുപക്ഷെ അതെല്ലാം കഴിഞ്ഞ് സംഗതികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഈശോ പയ്യ വീട്ടുടമസ്ഥനോട് ചോദിച്ചു കാണും, ഇന്ന് ഈ ഒരു കാര്യം കാരണം വീട് നഷ്ടപ്പെട്ടല്ലേ, അല്ലെ വീടിൻ്റെ മേൽക്കൂര പോയല്ലേ. അദ്ദേഹം ഒരുപക്ഷെ പറഞ്ഞും കാണും, അത് സാരമില്ല ഈശോ, ഒരു നല്ല കാര്യം നടക്കാൻ വേണ്ടിയിട്ടല്ലേ, ഒരു നല്ല കാര്യം നടന്നതിൻ്റെ ഭാഗമായിട്ട് നഷ്ടപ്പെട്ടതല്ലേ, അത് സാരമില്ല, ഞാൻ അതിനൊരു നഷ്ടമായിട്ട് കണക്കാക്കുന്നില്ല. സ്നേഹമുള്ളവർ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ ചിന്തയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പലപ്പോഴും നമുക്കിഷ്ടമുള്ളത്, നമ്മുടെ പലതരത്തിലുള്ള റിസോഴ്സസ്, സമ്പത്തുകൾ, പല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാകുന്നവരാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും പള്ളിക്ക് കൊടുക്കുന്ന, ദൈവത്തിന് കൊടുക്കുന്ന, ആത്മീയ കാര്യങ്ങൾക്ക് ചിലവഴിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കണക്ക് പറയാൻ മടിയില്ലാത്ത ആളുകളുമാണ്. ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം, നമ്മുടെ പണം, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ വാഹനങ്ങൾ ഒക്കെ നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി, പള്ളിയുടെ ഒരു ആവശ്യത്തിന്, ദൈവത്തിൻ്റെ ഒരു പദ്ധതിക്കായിട്ട്, കാര്യത്തിനായിട്ട് കൊടുക്കുമ്പോൾ അതൊരിക്കലും ഒരു നഷ്ടമായി കണക്കാക്കാവുന്ന ചിന്ത മനസ്സിൽ വരാതിരിക്കട്ടെ. ഈ വീട്ടുടമസ്ഥൻ ഈശോയോട് പറഞ്ഞു കാണും, സാരമില്ല ഈശോ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ, ഒരാൾക്കൊരു സൗഖ്യം കിട്ടുന്നതിന് വേണ്ടിയല്ലേ, ഞാനൊരു നഷ്ടമായിട്ട് കണക്കാക്കുന്നില്ല. നമ്മൾ പള്ളിയിലിടുന്ന ഒരല്പം നേർച്ചയുടെ പേരിലോ, പള്ളിയിൽ ചെലവഴിക്കുന്ന കുറച്ച് സമയത്തിൻ്റെ പേരിലോ, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യമോ, നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള സമ്പത്തുകളോ റിസോഴ്സസോ നമ്മൾ ആത്മീയ കാര്യങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി ചെലവഴിക്കുന്നെങ്കിൽ അതിന് കണക്ക് പറയാതെ അത് സന്തോഷത്തോടെ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ ദൈവം നമുക്ക് 100 ഇരട്ടിയായി തിരിച്ചു തരും. ഇത് വളരെ പ്രധാനപ്പെട്ടതായി എല്ലാവരും മനസ്സിൽ സൂക്ഷിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് കൊടുക്കുന്ന കാര്യങ്ങൾക്ക് കണക്ക് പറയാതിരുന്നാൽ നമുക്കും കണക്ക് നോക്കാതെ ദൈവം തരുമെന്നാണ് ഈശോ ഈ ഒരു സന്ദർഭത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. മൂന്നാമതൊരു പ്രത്യേക കാര്യം നമ്മളെപ്പോഴും കേൾക്കുന്നതും ശ്രദ്ധിക്കുന്നതുമായ ഒരു കാര്യം ഇതാണ്. ഈ ഒരു ശാരീരിക സൗഖ്യം ഈ തളർവാദ രോഗിക്ക് കൊടുക്കുന്നതിന് മുമ്പ് അവൻ്റെ ആത്മാവിൻ്റെ കാര്യം ഈശോ പരിഗണിക്കുന്നു. ഈശോ അവനെ കാണുന്നത് പറയുന്നത്, മകനെ, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് കേട്ടിരുന്ന ആളുകൾക്കും ഈശോ എന്തേ ഇങ്ങനെ പറയുന്നു എന്നൊരു സംശയം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായത്. ദൈവമായ ഈശോ അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ശരീരത്തിൻ്റെ പ്രശ്നത്തെക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് അവൻ്റെ ആത്മാവിൻ്റെ പ്രശ്നം കണ്ടതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആദ്യം അങ്ങനെ തന്നെ പറയുന്നത്, അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്നത്. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മളും നിത്യജീവിതത്തിലും കാണുന്നുണ്ട്, നമ്മുടെ പലപ്പോഴും അസുഖങ്ങളുടെയും അസ്വസ്ഥതകളുടെയും ഒക്കെ കാരണം നമ്മുടെ ആത്മാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടി ഒരുപക്ഷെ ശരിയാകാത്തത് കൊണ്ടായിരിക്കാം. ചിലപ്പോൾ മനസ്സിൽ അസൂയ, വിദ്വേഷം, പക, വെറുപ്പ്, നിരാശ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവ് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ശരീരവും സ്വാഭാവികമായി നെഗറ്റീവായി പ്രവർത്തിച്ചു തുടങ്ങും. അത് രോഗത്തിലേക്ക് എത്തുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു ധ്യാനത്തിനൊക്കെ പോയി നന്നായി ധ്യാനിച്ച് ധ്യാന ചിന്തകൾ കേട്ട് ഇഷ്ടക്കേടുണ്ടായിരുന്നവരോടൊക്കെ ക്ഷമിച്ച് വെറുപ്പൊക്കെ മാറ്റിക്കഴിയുമ്പോൾ വിട്ടുമാറാത്ത തലവേദന, മറ്റസുഖങ്ങൾ, അല്ലെങ്കിൽ മാരകമായ അസുഖങ്ങൾ പോലും പിന്നീട് കുറഞ്ഞു വരുന്നു. കാരണം ശരീരത്തിലേക്ക് നെഗറ്റീവ് ചിന്തകൾ മാറി പോസിറ്റിവിറ്റി കടന്നു വരാൻ തുടങ്ങുമ്പോൾ ശരീരം അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കും, മനസ്സ് അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കും. ദൈവം മനസ്സ് കണ്ട് ക്ഷമിക്കാൻ കാണിച്ച, അല്ലെങ്കിൽ പൊറുക്കാൻ കാണിച്ച, സഹകരിച്ചു പോകാൻ എടുക്കുന്ന തീരുമാനത്തെ കണ്ട് ദൈവവും നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കും. പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ
ശരീരത്തിൻ്റെയോ മനസ്സിൻ്റെയോ തലത്തിൽ മാത്രം നിൽക്കുന്നതല്ല, അത് ആത്മാവിൻ്റെ തലവുമായി കൂടി ബന്ധപ്പെട്ട് കിടക്കുന്നതാകും. ഈ ഒരു തിരുവചന ഭാഗം ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ഓർക്കാവുന്ന ഒരു കാര്യം, നമുക്ക് ആരോടെങ്കിലും അസൂയയോ വെറുപ്പോ ഇഷ്ടക്കേടോ വൈരാഗ്യമോ എന്തെങ്കിലും നെഗറ്റീവ് ചിന്താഗതികൾ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നെങ്കിൽ അത് നമുക്ക് മാറ്റാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. അത് ഒരു പക്ഷേ മാറ്റുമ്പോൾ നമുക്ക് തന്നെയാണ് സൗഖ്യവും അനുഗ്രഹവും വരുന്നത്. മറ്റാരെയേക്കാൾ കൂടുതലായി നമുക്ക് തന്നെയാണ് അതിൻ്റെ നല്ല പ്രയോജനം കിട്ടുന്നതെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ ആത്മാവും ശരീരവും മനസ്സും എപ്പോഴും ശുദ്ധമായിരിക്കാനും എല്ലാവരോടും സ്നേഹത്തിലും ഐക്യത്തിലുമായിരിക്കാനും നമുക്ക് സാധിക്കട്ടെ. നമ്മൾ വളരെ പ്രത്യേകമായിട്ട് ഇവിടെ കാണുന്നു, തിരുവചനം എടുത്തു പറയുന്നു, 4 പേർ ചേർന്ന് ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവന്നു. മറ്റൊരു സുവിശേഷ ഭാഗത്തിൽ കുറേ പേർ എന്ന് പറയുന്നു, പക്ഷേ ഇവിടെ ഒരു കൃത്യമായ സംഖ്യ പറയുന്നു. 4 പേർ ചേർന്ന് ഒരു തളർവാദ രോഗിയെ ഈശോയുടെ മുമ്പിലേക്ക് എടുത്തുകൊണ്ടുവരുന്നു. 4 പേര് ഒരു തളർവാദ രോഗിയുമായി ഒരു വീടിൻ്റെ മുകളിൽ കട്ടിലോടുകൂടി കയറുകയും അത് വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് താഴേക്ക് ഇറക്കുകയൊക്കെ ചെയ്യുന്നത് എത്രയോ സാഹസവും അതികഠിനമായ ജോലി ആവശ്യമുള്ള ഒരു കാര്യവുമാണെന്ന് നമുക്കറിയാം. അത് ദൈവികമായ ഒരു ശക്തിയിൽ നടക്കുന്ന കാര്യമാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ 4 പേരെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ആത്മീയ അർത്ഥത്തിലെടുത്ത് ധ്യാനിച്ചാൽ അത് 4 സുവിശേഷകന്മാരാണ്. നമ്മൾ ഓരോരുത്തരുമാണ് തളർവാദ രോഗി. നമ്മളെ വഹിച്ചുകൊണ്ട് 4 സുവിശേഷങ്ങൾ ഈശോയുടെ അടുത്തേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നു. അത് അത്ഭുതകരമായ രീതിയിൽ ദൈവികമായ ശക്തിയിൽ എഴുതപ്പെട്ട ആ തിരുവചനങ്ങൾ കൊണ്ട്, തിരുവചനങ്ങൾ ആകുന്ന സുവിശേഷങ്ങൾ, 4 സുവിശേഷകന്മാർ 4 സുവിശേഷത്തിലൂടെ നമ്മളെ കൊണ്ടുചെല്ലുന്ന വേറെ എവിടേക്കുമല്ല, ഈശോയുടെ മുമ്പിലേക്കാണ്. തിരുവചനങ്ങളെ, സുവിശേഷത്തെ കൂടുതൽ ആഴമായി ഗൗരവത്തോടെ കണ്ട് ധ്യാനിക്കുകയും അത് ജീവിതത്തിൽ ഗൗരവമായി എടുക്കുകയും ചെയ്യുന്നവർക്ക് ഈശോ സൗഖ്യം നൽകുന്നു എന്ന് ഈ സുവിശേഷ കാര്യങ്ങളെ നമ്മൾ കൂടുതലായി പരിഗണിക്കുമ്പോൾ, പ്രാധാന്യം കൊടുക്കുമ്പോൾ ഈശോ ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈശോയുടെ മുമ്പിൽ വളരെ പ്രത്യേകമായ റിസ്ക് എടുത്തുള്ള ജോലി ചെയ്ത ആരെയും ഈശോ കാണാതെ പോയിട്ടില്ല, അവരുടെ അധ്വാനത്തെ കാണാതെ പോയിട്ടില്ല. ഈ 4 പേര് കഷ്ടപ്പെട്ട് അവർ കയറി, അതോടൊപ്പം ഈ തളർവാദ രോഗിയെയുമായി മേൽക്കൂരയിലേക്ക് കയറുന്നു. അവരുടെ അധ്വാനത്തെ ഈശോ കാണാതെ പോയില്ല. ഈശോയെ കാണാൻ വേണ്ടി ആഗ്രഹിച്ച ഓടി ഒരു മരത്തിൽ കയറിയ സക്കേവൂസിൻ്റെ എക്സ്ട്രാ ഓർഡിനറി എഫർട്ട് ഈശോ കാണാതെ പോയില്ല. ഈശോയോടുള്ള വലിയ സ്നേഹത്തെ പ്രതി ഈശോയുടെ മൃതസംസ്കാരത്തിന് ശേഷം കല്ലറയിലേക്ക് രാത്രിയിൽ വെളുപ്പിന് പോയ സ്ത്രീകളുടെ അധ്വാനത്തെ, സ്നേഹത്തെ ഈശോ കാണാതെ പോയില്ല. അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി എടുക്കുന്ന, ആത്മീയത മെച്ചപ്പെടുത്താൻ വേണ്ടി എടുക്കുന്ന ഒരധ്വാനത്തെയും ഈശോ കാണാതെ പോകില്ല. സ്നേഹമുള്ളവരെ, 2 ആഴ്ചകൾ കൂടി കഴിയുമ്പോൾ നമ്മൾ അതുപോലെ ഒരു കാര്യത്തിലേക്ക് നമ്മളെല്ലാം പ്രവേശിക്കുകയാണ്, നോമ്പ് കാലത്തിലേക്ക്. നമ്മൾ നോമ്പ് കാലത്തിൻ്റെ ത്യാഗവും അതിൻ്റെ പ്രത്യേക അനുഷ്ഠാനങ്ങളും ഒരു സവിശേഷതയുള്ള എക്സ്ട്രാ ഓർഡിനറി എഫർട്ടായിട്ട് നമ്മൾ എടുക്കുമ്പോൾ അതിലൂടെ നമ്മൾ എടുക്കുന്ന ആ ഒരു നല്ല മനസ്സിനെ ഈശോ കാണാതെ പോകില്ല. നല്ലൊരു നോമ്പ് കാലം വരുമ്പോൾ അത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ആ നോമ്പ് കാലത്തിൻ്റെ ചൈതന്യത്തിലൂടെ കടന്നു പോകാൻ സാധിക്കട്ടെ. 4 സുവിശേഷകന്മാർ ചേർന്ന് നമ്മളെ എടുത്ത് ഈശോയുടെ മുമ്പിലേക്ക് കൊണ്ടുചെല്ലുമ്പോൾ നമ്മുടെ ഏത് അസുഖങ്ങൾക്കും ഏത് പാപങ്ങൾക്കും അവിടെ പരിഹാരമുണ്ടെന്നും ഈശോ നമ്മളെ അനുഗ്രഹിക്കാനും സുഖപ്പെടുത്താനും കാത്തിരിക്കുകയാണെന്നും ഇന്നത്തെ സുവിശേഷം ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ആത്മീയ, മാനസിക, ശാരീരിക സൗഖ്യത്തോടെ മുമ്പോട്ട് പോകാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ നല്ലൊരു ഞായറാഴ്ച ഏവർക്കും സ്നേഹപൂർവ്വം